ബ്രസീലിയൻ സൂപ്പർ താരം ഫുട്ബോൾ ലോകത്തിൻ്റെ സുൽത്താൻ അങ്ങനെ രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതെ, നെയ്മർ ഇനി ബ്രസീലിയൻ ജേഴ്സിയിൽ നമ്മൾ കണ്ടേക്കില്ല. ബ്രസീൽ ടീമിൽ നിന്നും അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചു. രാജ്യാന്തര ഫുട്ബോളിനോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് നടന്ന വേൾഡ് കപ്പിലെ നിർണായകമായ റൗണ്ട് ഓഫ് 16-ൽ നോർവേക്കെതിരായുള്ള നിർണായക മത്സരത്തിൽ ബ്രസീൽ തോറ്റു പുറത്തായതോടെയാണ് നെയ്മർ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. നോർവേക്കെതിരായുള്ള മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാർലോ ആഞ്ചലോട്ടി നെയ്മറെ കളത്തിലേക്ക് ഇറക്കുകയും ചെയ്തിരുന്നു. ബ്രസീലിനായി ഒരു ഗോൾ നേടിയത് നെയ്മറിൻ്റെ പെനാൽറ്റിയിലൂടെയായിരുന്നു. പക്ഷേ തിരിച്ചു വരാൻ പിന്നീട് സമയമുണ്ടായിരുന്നില്ല. അങ്ങനെ ബ്രസീൽ റൗണ്ട് ഓഫ് 16-ൽ തന്നെ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തു പോവുകയായിരുന്നു. ഇതോടെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ. തൻ്റെ അവസാന വേൾഡ് കപ്പാണെന്ന് വേൾഡ് കപ്പിന് മുന്നേ തന്നെ നെയ്മർ ഫുട്ബോൾ ലോകത്തെ അറിയിച്ചതാണ്. ദി ലാസ്റ്റ് ഡാൻസിന് പക്ഷേ മനോഹരമായ മുഹൂർത്തങ്ങളൊന്നും സംഭവിച്ചില്ല. സൂപ്പർ താരം നെയ്മർക്കും ബ്രസീലിനെ രക്ഷിക്കാനായില്ല. വളരെ ദുഃഖകരമായ വാർത്ത. ഇനി ഒരിക്കലും നമ്മൾ നെയ്മർ ജൂനിയറെ ബ്രസീൽ ജേഴ്സിയിൽ കണ്ടേക്കില്ല. ആ സത്യം തിരിച്ചറിയുക. നെയ്മർ രാജ്യാന്തര ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. നിലവിൽ പെലെയെല്ലാം പിന്നിലാക്കിക്കൊണ്ട് ബ്രസീലിൻ്റെ ഓൾ ടൈം ടോപ്പ് സ്കോറർ നെയ്മറാണ്. 80 ഗോളുകൾ, 39 അസിസ്റ്റുകൾ. വേൾഡ് കപ്പിൽ അദ്ദേഹം 9 ഗോളുകൾ നേടിയിട്ടുണ്ട്. അങ്ങനെ കരിയറിൽ ബ്രസീലിനായി പല നേട്ടങ്ങളിലും നെയ്മർ പങ്കുവഹിച്ചിട്ടുണ്ട്. താൻ ഒരുപാട് ആഗ്രഹിച്ച വേൾഡ് കപ്പ് നേടാൻ നെയ്മർക്കായില്ല. ഈ വേൾഡ് കപ്പിൽ വലിയ പ്രതീക്ഷയോടെ തന്നെയായിരുന്നു ബ്രസീലും നെയ്മറുമെല്ലാം കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ വേൾഡ് കപ്പിനെത്തിയത്. പക്ഷേ നോർവേയോട് തോറ്റു പുറത്താകാനായിരുന്നു ബ്രസീലിൻ്റെ വിധി. ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ വാർത്തയായിരുന്നു ബ്രസീലിൻ്റെ പുറത്താകൽ. അതിനു മേലെയാണ് ഇപ്പോൾ നെയ്മർ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും അപ്ഡേറ്റുകളുമായി ഇനിയും കാണാം.